ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഓപ്പൺ കോഴ്സിൻ്റെ ബാക്കി ടോപ്പിക്സ് എടുക്കാം. ഇനി നമുക്ക് ഡിമാൻഡ് സൈഡ് നമ്മൾ പഠിച്ചു. ഇനി സപ്ലൈ. ഓക്കെ, അപ്പോൾ സപ്ലൈ സൈഡാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ടൈറ്റിൽ. പിന്നെ ഡിമാൻഡിന് പഠിച്ചതിന് ശേഷം നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാർട്ടാണ് സപ്ലൈ. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ സപ്ലൈ, അല്ലെങ്കിൽ ദ കോൺസെപ്റ്റ് ഓഫ് സപ്ലൈ. വാട്ട് ഈസ് സപ്ലൈ? സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ നമുക്കറിയാം, ദാറ്റ് ഈസ് സപ്ലൈ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് എ പ്രോഡക്റ്റ് ദാറ്റ് എ ഫേം able and willing to offer for sale over a range of prices, various prices, അല്ലെങ്കിൽ വ്യത്യസ്ത പ്രൈസിന് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഫേം അദ്ദേഹം സെയിൽ ചെയ്യാൻ വിൽക്കാൻ താല്പര്യപ്പെടുന്ന എമൗണ്ട് ഓഫ് പ്രോഡക്റ്റിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ദ ഫേംസ് ആർ റെഡി ടു സെൽ, അല്ലെങ്കിൽ ദേ ആർ വില്ലിങ് ടു ഓഫർ ഫോർ സെയിൽ ഓവർ എ റേഞ്ച് ഓഫ് പ്രൈസ് വേരിയസ്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ എന്ന് പറയുന്നത് വേരിയസ് പ്രൈസസ് എന്നുള്ളത്. അപ്പോൾ വ്യത്യസ്ത വില മാർക്കറ്റിലുണ്ട്. ആ വിലയ്ക്ക് ഓരോ പ്രൊഡ്യൂസേഴ്സും പിന്നെ താല്പര്യപ്പെടുന്ന എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി, സപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എമൗണ്ടിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ഫേം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സപ്ലയർ, അദ്ദേഹം വ്യത്യസ്ത മാർക്കറ്റ് വിലയുണ്ട്. ദർ ആർ വേരിയസ് prices of, suppose for instance commodity X, there are various prices. At the various prices, each producers are willing, they are ready to sell their product. ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഈ സപ്ലൈ ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഇഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇഫ് ദ പ്രൈസ് ഓഫ് എക്സ് ഈസ് ഹയർ, അപ്പോൾ സപ്ലൈ എന്താണ്, ദ എമൗണ്ട് ഓഫ് കമ്മോഡിറ്റി ഈ സപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും, അപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നമ്മൾ എത്ര എമൗണ്ട് പിന്നെ സപ്ലൈ ചെയ്യണം എന്നുള്ളത് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഫേം തീരുമാനിക്കുക എപ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ആ മാർക്കറ്റിൽ പ്രിവൈലിംഗ് പ്രൈസ് ആയിരിക്കും. ഇഫ് ദ പ്രൈസ് ഈസ് ഹൈ, ഹി വിൽ റെഡി ടു സപ്ലൈ a huge quantity. Okay, that kind of relation exists between supply and prices. Okay, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് വാട്ട് ഈസ് സപ്ലൈ ഫങ്ഷൻ. സപ്ലൈ ഫങ്ഷൻ എന്താണ്? സപ്ലൈ ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി സപ്ലൈ ആൻഡ് വേരിയസ് relationship between quantity of supply and the various factors that determine the quantity of supply. അപ്പോൾ ഒരു സൈഡിൽ സപ്ലൈയും മറ്റൊരു സൈഡിൽ സപ്ലൈയെ ഡിറ്റർമിൻ ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സും. നമുക്കറിയാം, ക്വാണ്ടിറ്റി എത്ര എമൗണ്ട് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ആ ഫാക്ടേഴ്സും സപ്ലൈ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുക, സപ്ലൈ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫങ്ഷണൽ അസോസിയേഷൻ ബിറ്റ്വീൻ quantity of supply and its determinants. Okay, there are various factors which have significantly influenced the quantity supply. അപ്പോൾ ആ വേരിയസ് ഫാക്ടേഴ്സും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് സപ്ലൈ ഫങ്ഷൻ എന്ന് പറയുന്നത്. സി ദ ഇക്വേഷൻ. അപ്പോൾ ക്യു എൻ എന്ന് പറയുന്നത് എൻ അല്ലെങ്കിൽ ക്യു എൻ അതിൽ കൊടുത്തില്ല. അപ്പോൾ കമ്മോഡിറ്റി എൻ വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എൻ, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് എൻ, F1 എക്സെട്ര FM FS. അപ്പോൾ പി എൻ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എൻ എന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് എൻ എന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് എ ഫങ്ഷൻ. അത് എന്തിൻ്റെയൊക്കെ ഫങ്ഷൻ? ഒന്ന് ദാറ്റ് ഈസ് എ ഡിറ്റർമിൻ ബൈ ഒന്ന് പി എൻ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ പ്രൈസ്, പിന്നെ F1 എന്ന് പറയുന്നത് എന്താണ്, F1 എക്സെട്ര FN അത് പ്രൈസസ് ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, പ്രൈസസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ എസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ്. ദർ ആർ വേരിയസ് അതർ ഫാക്ടേഴ്സ് ഓൾസോ. ഇത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് സപ്ലൈ ഫങ്ഷനിലുള്ള. സപ്ലൈ ഈസ് എ ഫങ്ഷൻ ഓഫ് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ദർ ആർ വേരിയസ് ഫാക്ടേഴ്സ് ആർ ദർ, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് പ്രൈസ് ഓഫ് എക്സ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് എൻ,
പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദന ചെലവ്, പിന്നെ ടെക്നോളജി സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. അപ്പോൾ ആ ഫേമിൻ്റെ ടെക്നോളജി കപ്പാസിറ്റിയും ഈ സപ്ലൈയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് determinants of supply. Therefore supply function can be write as Qn is equal to F of Pn F1 etc. Fm S. Okay, this is supply function. ഇനി what are the determinants of supply? അപ്പോൾ there are various factors determining supply. ഒന്ന് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, നമുക്കറിയാം അതിലൊന്നാമത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ്. അപ്പോൾ സപ്ലൈ എത്ര ക്വാണ്ടിറ്റി ഒരു ഫേം സപ്ലൈ ചെയ്യണം എന്ന് തീരുമാനിക്കും ഞാൻ ആദ്യം പറഞ്ഞു അതിൻ്റെ പ്രൈസാണ്. പ്രൈസ് കൂടുതലാണെങ്കിൽ ഫേംസ് ആർ റെഡി ടു സപ്ലൈ എ ഹ്യൂജ് എമൗണ്ട്. ഓക്കെ, സോ പ്രൈസ് കുറവാണെങ്കിൽ അത്ര ഒരു താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റി ഒരു പോസിറ്റീവ് റിലേഷനാണുള്ളത്. ഓക്കെ, ക്വാണ്ടിറ്റി സപ്ലൈ. പിന്നെ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ a fall in the price of factors of production enable firms to produce more for a given outlay resulting in an increase in supply. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ ഫേംസിന് എന്ത് ചെയ്യാൻ പറ്റും, ചിലവ് കുറയാണ്, കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് സപ്ലൈ കൂടും. അപ്പോൾ എപ്പോഴും എന്താണ് എത്ര ക്വാണ്ടിറ്റി ഫേംസ് സപ്ലൈ ചെയ്യുന്നു എന്ന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, റോ മെറ്റീരിയൽസ്, ലേബേഴ്സ്, അങ്ങനെ പല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്. ഉൽപ്പാദന ചെലവുകൾ. ഉൽപ്പാദന ചെലവ് കൂടിയാൽ കുറവാണെങ്കിൽ സപ്ലൈ കൂടും, ഉൽപ്പാദന ചെലവ് കൂടിയാൽ സപ്ലൈ കുറയും. ഓക്കെ, അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി. ഇപ്പോൾ നമുക്കറിയാം അപ്പോൾ ഇനി പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി, മറ്റ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിന് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു. എ സബ്സ്റ്റാൻഷ്യൽ റൈസ് ഇൻ ദ പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റി മേ ഇൻഡ്യൂസ് പ്രൊഡ്യൂസേഴ്സ് ടു സ്വിച്ച് ദർ പ്രൊഡക്ഷൻ ഫ്രം എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ടു those for which the prices have risen. ഓക്കെ, അപ്പോൾ പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റി. അപ്പോൾ ഈ മറ്റ് കമ്മോഡിറ്റീസിൻ്റെ സിമിലർ കമ്മോഡിറ്റീസ് ഉണ്ടല്ലോ അതിൻ്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബാക്കിയുള്ള കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ഈ ഉൽപ്പാദനം നിർത്തിയിട്ട് മറ്റ് ഉൽപ്പാദനങ്ങളിലോട്ട് എന്ത് ചെയ്യും, പിന്നെ അങ്ങോട്ട് മാറും, പുതിയ ഉൽപ്പാദനം തുടങ്ങും. പ്രൈസ് എക്സാമ്പിൾ എക്സ് എന്ന കമ്മോഡിറ്റിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, വൈ എന്ന കമ്മോഡിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്മോഡിറ്റിയാണ്, വൈയുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനേക്കാൾ പ്രൈസ് ഉള്ള കമ്മോഡിറ്റീസിലോട്ട് സ്വിച്ച് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടാകും. ഓട്ടോമാറ്റിക് ദേ വിൽ ഷിഫ്റ്റ് ദർ പ്രൊഡക്ഷൻ ടു എക്സ് ടു വൈ ബിക്കോസ് അവിടെയാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുക, കാരണം പ്രൈസ് അവിടെയാണ് വൈയിലാണ് ഹൈ. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി. പിന്നെ പ്രൈസ് എക്സ്പെക്റ്റേഷൻ. ദ ടോട്ടൽ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഓരോ പ്രൊഡ്യൂസേഴ്സിനും പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. കമ്മിങ് ഫ്യൂച്ചർ അല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത 6 മാസത്തിൽ പ്രൈസ് എന്തായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. എക്സ്പെക്റ്റേഷൻ കൂടിയാൽ കൂടുതലാണ് എക്സ്പെക്റ്റേഷൻ, പ്രൈസ് കൂടുമെന്നുണ്ടെങ്കിൽ സപ്ലൈ കുറയും, പ്രൈസ് കുറയുന്നുണ്ടെങ്കിൽ സപ്ലൈ കൂടും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ ഈസ് ആൾസോ എ സിഗ്നിഫിക്കൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. ഇനി നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്. സപ്ലൈ ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ആൻ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയിൽ എത്ര പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ അതുകൂടെ എന്താണ്, ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ നമ്പർ കൂടെ ഈ സപ്ലൈ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് വിൽ റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ സപ്ലൈ. പിന്നെ പ്രൊഡ്യൂസേഴ്സ് കൂടുതലാണെങ്കിൽ എന്തിന് കാരണമാവും, നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ഓട്ടോമാറ്റിക്കായി നമുക്ക് കമ്മോഡിറ്റീസിന് സപ്ലൈ കൂടും. ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് മേ റിസൾട്ട് ഇൻ റിഡക്ഷൻ ഇൻ ദ സപ്ലൈ. ഇപ്പോൾ നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് കുറവാണെങ്കിൽ മാർക്കറ്റ് സപ്ലൈ കുറയും. കോമൺ ലോജിക്കാണ് അല്ലേ. കൂടുതൽ പേര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സപ്ലൈ കൂടും. ഫേംസ് കുറവാണെങ്കിൽ സപ്ലൈ കുറയും. പിന്നെ ടെക്നോളജി. Supply is also a function of production technologies available to firms available ആയിട്ട് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ടെക്നോളജി മേക്ക് ഇറ്റ് പോസിബിൾ ടു പ്രൊഡ്യൂസ് അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് അറ്റ് എ ലോവർ കോസ്റ്റ് റിസൾട്ടിങ് ഇൻ എൻ ഇൻക്രീസ് ഇൻ സപ്ലൈ.
അപ്പോൾ നല്ല ഹൈ സോഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ നല്ല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉള്ള ഒരു ഫേമും ഒരു ഫാക്ടറിയൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, ചിലവ് കുറച്ച് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സപ്ലൈ കൂടും. അപ്പോൾ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈ. പിന്നെ ഗോൾസ് ഓഫ് ദി ഫേം. അപ്പോൾ ഓരോ ഫേമിന് ഓരോ ഗോൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എ ഫേം ഓപ്പറേറ്റിംഗ് വിത്ത് എൻ ഒബ്ജക്റ്റീവ് സെയിൽസ് മാക്സിമൈസേഷൻ will supply more compared to firm operating with a goal of profit maximization. സാധാരണ നമുക്കൊരു ഫേംസിൻ്റെ കേസിൽ രണ്ട് പ്രധാനപ്പെട്ട മോട്ടീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ആണ് ഫേംസിന് ഉണ്ടാകും. ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ചില ഫേംസ് എപ്പോഴും എന്തായിരിക്കും, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും അവരുടെ ഒബ്ജക്റ്റീവ്. മറ്റു ചില ഫേംസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ ആയിരിക്കും. അപ്പോൾ സെയിൽസ് മാക്സിമൈസേഷനാണ് പ്രോഫിറ്റ് എങ്കിൽ നമുക്കറിയാം സപ്ലൈ കൂടും. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെങ്കിൽ അങ്ങനെ കൂടുതൽ സപ്ലൈ ഒന്നും ഉണ്ടാവില്ല, കാരണം അവർ പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ വിൽക്കുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻറ്റ്. പിന്നെ വെദർ ചേഞ്ചസ് ഇൻ വെദർ കണ്ടീഷൻ ഇൻഫ്ലുവൻസ് ദി ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ്. നമുക്കറിയാം വെദർ കണ്ടീഷൻ, ഓക്കെ, നമ്മുടെ കാലാവസ്ഥ അത് നമ്മുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നു. സപ്ലൈ വിൽ ചേഞ്ച് ബൈ ദ പ്രൊഡ്യൂസേഴ്സ് ടു മീറ്റ് ദർ വേരിയേഷൻ ഇൻ ഡിമാൻഡ്. അതനുസരിച്ച് എന്താണ്, ഈ ഡിമാൻഡിനനുസരിച്ച് സപ്ലൈയിലും ഈ പ്രൊഡ്യൂസേഴ്സ് മാറ്റം വരുത്തും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈ വെതറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ അത് കാരണം ഈ സപ്ലൈസും അവരുടെ വെതർ വേരിയേഷനിൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് ഇവിടെ ഉൽപ്പാദനത്തിലും ആ രൂപത്തിൽ സപ്ലൈയിലും ഒരു വേരിയേഷൻ വരുത്തും. ഓക്കെ, അപ്പോൾ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈ. ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. Second, prices of factors of production. Third, prices of other commodity. Fourth, price of the firms, number of producers, technology, goals of the firm, weather. Okay, these are the important determinants of supply. Okay.